ഹായ്, ഗുഡ് മോർണിംഗ്. റേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരാഴ്ച, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് തൊട്ട് ശനിയാഴ്ച വരെ എന്തൊക്കെയാണ് എൻ്റെ പിള്ളേർക്ക് കിട്ടുന്ന എനർജി നോക്കാം. ഡിവൈൻ്റെ ഭാഗത്തുനിന്നുള്ള ഗൈഡൻസ്, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ബ്ലെസ്സിങ്സ് വരുന്നത് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്, പിന്നെ ഇത് എന്താണ് നമ്മുടെ ഒരു ചേഞ്ച് വല്ലതും വരുന്നുണ്ടോ, എല്ലാം നമുക്ക് നോക്കാം ഈ ആഴ്ച എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി കറക്റ്റ് എനിക്കിവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഇത് റീഡിങ് തന്നെ തരാൻ സാധിക്കും. ഓക്കെ മക്കളെ, നമുക്ക് ഞായറാഴ്ചത്തെ ആദ്യം നോക്കാം. എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം. ഞായറാഴ്ച ഓക്കെ, നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നത് കേട്ടോ. എന്തായാലും വിജയമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ക്ലാരിറ്റി ഒന്ന് എടുക്കാം. നിങ്ങളെന്തോ ഒരു കാര്യം ലക്ഷ്യം വെച്ച് പോകുന്നത്, അത് നേടുന്ന ഒരു എനർജിയാണ്. ഒരു ഓവറോൾ ഞാൻ പറഞ്ഞ ആ ഒരു കാർഡിൻ്റെ മീനിങ് നമുക്ക് ക്ലാരിറ്റി ഒന്ന് എടുക്കാം എന്താണെന്ന്. മൂൺ കാർഡും കിങ് ഓഫ് സൂട്ട്സ്, ജഡ്ജ്മെൻറ്റ്, ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പം ക്ലാരിറ്റി എടുത്തപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ഒരു ലക്ഷ്യം, ആ ഒരു കാര്യം മാത്രം നേടേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ക്ലാരിറ്റി എടുത്തപ്പോൾ കിട്ടിയത്, നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു ചീറ്റിങ് കിട്ടിയിട്ടുണ്ട്. ചീറ്റിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ വയ്യാത്ത എന്തോ ഒരു പെയിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മറന്ന് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചീറ്റിങ്ങിൽ ഇത്രയും നാളും വിഷമിച്ച്, എന്നെ എന്തിനാ അവരങ്ങനെ ചെയ്തത്, എന്നോട് എന്നാലും അവർ ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അവരെന്നാലും എന്നോട് എന്താ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുമായിരുന്നെങ്കിൽ, ആ ഒരു ചീറ്റിങ്ങിൽ, ഇല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷനിൽ വിഷമിച്ചിരിക്കുമായിരുന്നെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ മാറുവാണ്, അതിനെ മറികടക്കുവാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ആ പഴയ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കയറുവാണ്. അപ്പോൾ ഇതാണ് ഈ നൈറ്റ് സോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു ജേണിയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻ സ്റ്റക്കായിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തന്നെ ഓവർകം ചെയ്ത് തിരിച്ചു വരുവാണ്. ഇന്ന് നല്ലൊരു ഓവർ കോൺഫിഡൻസ് തോന്നും. എന്തായാലും നിങ്ങൾക്ക് നേടാൻ പറ്റും, ആ ഒരു നല്ല വിശ്വാസം ഇന്ന് ദിവസം കാണും. പിന്നെ സ്പിരിച്വൽ പാത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു തോന്നൽ കാണും. അങ്ങനെയൊക്കെ അത് സത്യമാണ്, സ്പിരിച്വൽ അവേക്കണിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിൽ, അത് ചീറ്റിങ്ങോ എന്തെങ്കിലും അതുപോലെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമത്തിൽ സ്റ്റക്കായിരുന്നെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ ആ തീരുമാനം എടുക്കുകയാണ്, ഇതിൽ നിന്ന് മാറണം, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേടണം. എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതൊക്കെ ഈ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ നേടാൻ പോകുന്ന എനർജിയിലേക്കാണ് ഇനി. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അത് ഏറ്റവും കൂടുതൽ അത് നേടാനുള്ളത്. അത് നേടുകയും ചെയ്യും, കാരണം ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി. ഇപ്പോൾ ജഡ്ജ്മെൻറ്റും വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ മാറ്റി നല്ലൊരു ലൈഫ് നിങ്ങളിനി മുമ്പോട്ട്, നല്ലൊരു ലൈഫിലേക്ക് നിങ്ങളിനി മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും. ഇതുവരെയുള്ള സിറ്റുവേഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ എനർജി. എന്തായാലും നിങ്ങളുടെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടട്ടെ. ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ, സ്പിരിച്വൽ അവേക്കണിംഗ് ഒക്കെ ആ ഒരു കാർഡും, അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഞായറാഴ്ച ദിവസത്തെ എനർജി. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കാണും. എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അത് നേടാനായിട്ട് മുന്നിട്ട് ഇറങ്ങും എന്നാണ് ഇന്നത്തെ ദിവസം.
അപ്പോൾ നമുക്ക് നാളെ തിങ്കളാഴ്ച ദിവസം എന്താണ് എനർജി എന്ന് നോക്കാം. തിങ്കളാഴ്ച ദിവസം എന്താണ് എനർജി നോക്കാം. ഓക്കെ, 6 ഓഫ് സോഴ്സ് ആണ് നിൽക്കുന്നത്. ക്ലാരിറ്റി ഒന്ന് എടുക്കാം. നിങ്ങൾക്ക് എന്തായാലും തിങ്കളാഴ്ച നിങ്ങൾക്ക് നല്ലൊരു യാത്രയുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഭയങ്കര സന്തോഷമായ യാത്ര, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായിരിക്കും അത്. കിങ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, നൈൻ ഓഫ് വൺസ്. ഇത്രയാണ് ക്ലാരിറ്റി എടുത്തിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് നല്ലൊരു യാത്രയാണ്. യാത്രയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടോ ഇല്ലെങ്കിൽ ഫാമിലിയിൽ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത്. പിന്നെ ക്ലാരിറ്റി എടുത്തപ്പം കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലുമൊക്കെ പൈസപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഭയം, എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്യും എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നിങ്ങൾ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് റിസ്ക് എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. എനിക്കിത് മറികടക്കണം, അല്ലെങ്കിൽ മറികടക്കാൻ സാധിക്കും. അപ്പോൾ അതിന് എന്താണൊരു വഴി ഡിവൈനായിട്ട് കാണിച്ചു തരുന്നത്. അതിന് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ആ ഒരു കാര്യത്തിന് റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു യാത്രയും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനും അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറാനുള്ളൊരു യാത്ര, നിങ്ങളുടെ ഒരു ലൈഫിലെ യാത്രയാവാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആരെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു യാത്രയായിരിക്കും തിങ്കളാഴ്ച ദിവസം. നിങ്ങളൊരു പൂർണ്ണതയിലെത്തും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു എന്ത് കാര്യത്തിലാണോ സ്റ്റക്കായിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമം, ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് വിഷമത്തിൽ അല്ലെങ്കിൽ ഭയമൊക്കെ ഉണ്ട്, അതിനൊക്കെ ഈ ഒരു കിങ് ഓഫ് വൺസ് വന്നേക്കുന്നത് നിങ്ങൾ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവും. എനിക്ക് വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് നേടണം എന്നൊരു കോൺഫിഡൻസിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളൊരു പൂർണ്ണതയിലെത്തുന്ന ദിവസമാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളും നേടും. അന്നത്തെ ദിവസം ആ ഒരു ജേണി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു യാത്ര കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം തിങ്കളാഴ്ച ദിവസം എനർജി ഏതാണ് നോക്കുക നിങ്ങളുടെ. ഇനി നമുക്ക് ചൊവ്വാഴ്ച എന്താണെന്ന് നോക്കാം. തിങ്കളാഴ്ച കൂടുതലൊരു യാത്ര, നല്ലൊരു യാത്ര, ഒരുപാട് സന്തോഷമുള്ളൊരു യാത്രയുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു ചേഞ്ചും ആവാം, നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്ക് പോകുന്നൊരു യാത്രയാവാം. അപ്പം എന്താണ് നിങ്ങളുടെ മൈൻഡിൻ്റെ ഇതുപോലിരിക്കും, തീരുമാനം പോലിരിക്കും. എന്തായാലും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മാറുന്നുണ്ട്. ആ ഒരു വിഷമമുള്ള ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണെന്ന്, ഇത് മാറ്റി, ഞാൻ പറഞ്ഞല്ലോ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകുന്ന ദിവസമാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചൊവ്വാഴ്ച ദിവസത്തെ നോക്കാം. ചൊവ്വാഴ്ച ദിവസം എന്താണ്? ചൊവ്വാഴ്ച സെനോ വൺസ് വന്നിട്ടുണ്ട്. ക്ലാരിറ്റി ഒന്ന് എടുക്കാം. Nine of Cups, Two Swords, Ace of Wands വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചൊവ്വാഴ്ച ദിവസം. നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നേട്ടത്തിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്ന കുറേ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ പുറമേ, നിങ്ങളുടെ വീട്ടിലുള്ളവരൊന്നും അല്ല നിങ്ങളുടെ കൂടെയുള്ളവരൊന്നും അല്ല, പുറമേ കുറേ ശത്രുക്കൾ ഉള്ളവരെ, അവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രണ്ട് മുഖമുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും അവരങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ അവർക്ക് എന്തെങ്കിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ അന്നത്തെ ദിവസം, ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ട്
നിങ്ങൾ പിന്നൊരു പുതിയ തുടക്കം. കാരണം ഈ ഒരു ആൾക്കാർ എനർജി കൊണ്ടാണ് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റാഞ്ഞത്. നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളൊന്നും നേടാൻ പറ്റാഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി നിങ്ങൾ പിന്നൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ഒരു പ്രതീക്ഷയിൽ നല്ലൊരു പ്രതീക്ഷയോടെ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും തുടങ്ങുവാണ്, സ്റ്റാർട്ട് ചെയ്യുവാണ്. കൺഫ്യൂഷനൊക്കെ മാറ്റുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി കിട്ടി. എന്താണ് ഈ ഒരു തടസ്സം വരുന്നതിന്, ആരായിരുന്നു ഇതിന് കാരണം എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയപ്പം നിങ്ങൾ പിന്നെ ഒരു പുതിയ തുടക്കം അന്നത്തെ ദിവസം, ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ആഗ്രഹിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹം തന്നെ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് നേടാനായിട്ട്. അത് നിങ്ങൾക്ക് നടക്കും. കാരണം ഈ ഒരു ശത്രുക്കളെ മനസ്സിലാക്കി നിങ്ങൾ മാറ്റി നിർത്തുമ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു തുടക്കമാണ് ചൊവ്വാഴ്ച ദിവസം കാണിക്കുന്നത്. നിങ്ങൾക്കതിപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. ഓക്കെ മകളെ, അപ്പോൾ ഇതാണ് ചൊവ്വാഴ്ച ദിവസം. ഇനി ബുധനാഴ്ച എന്താണെന്ന് നോക്കാം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാവും. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ആ ഒരു ഇരട്ട മുഖത്തോടു കൂടി നിൽക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ ഒരിക്കലും നമ്മൾ കൂടെ നിർത്താതിരിക്കുക കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവരിൽ നിന്ന് മാറുക. ഒരിക്കലും അവരുടെ അടുത്തേക്ക് പിന്നെയും പോകാതിരിക്കുക ഒന്നിനും. പിന്നെ ബുധനാഴ്ച ദിവസം എന്താണ് എനർജി നോക്കാം. ബുധനാഴ്ച ദിവസം 8 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ക്ലാരിറ്റി എടുക്കാം. ഓക്കെ, ഫിനാൻഷ്യലി ആണെന്ന്. ഓക്കെ, നമുക്ക് അന്നത്തെ ബുധനാഴ്ച ദിവസം പൈസപരമായിട്ട് കുറച്ച് നേടുന്ന ദിവസമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഹാർഡ് വർക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലാനിങ്ങോടുള്ള മുമ്പോട്ട് പോക്കിനൊക്കെ നിങ്ങൾക്കൊരു ഫലം കിട്ടുന്ന ദിവസമാണ് അന്ന്. കാരണം ക്ലാരിറ്റി എടുത്തപ്പോൾ കിട്ടിയത് നിങ്ങൾ എന്തൊക്കെയോ കുറേ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ നിങ്ങൾക്ക് പൈസപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മറികടക്കുകയാണ്. നിങ്ങളതിന് ആ ഒരു കാര്യം മറികടക്കാൻ വേണ്ടി എന്താണ് നിങ്ങളൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു തീരുമാനം എടുത്തിരുന്നത്, അതിന് ഫലം കിട്ടുന്ന ദിവസമാണ് ബുധനാഴ്ച. നിങ്ങളങ്ങനെ എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ദിവസമാണ്. ഫിനാൻഷ്യലി എന്തായാലും ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്ന ദിവസമാണ്. ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണോ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ളത്, ആ ഒരു നെഗറ്റീവ് സോഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യുവാണ് അന്നത്തെ ദിവസം, ബുധനാഴ്ച ദിവസം. പിന്നെ ഈ ഒരു 8 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി എന്തായാലും ഒരു സ്റ്റെബിലിറ്റി ഇടുന്ന ദിവസമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പൈസ അന്നത്തെ ദിവസം വന്നിരിക്കും. അപ്പോൾ ബുധനാഴ്ച ദിവസം ഇതാണ് നോക്കുക. ഇനിയും വ്യാഴാഴ്ച ദിവസം എന്താ നോക്കാം നമുക്ക്. ഏതോ ഈ ഒരു പൈസയുടെ കാര്യത്തിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏതൊരു വ്യക്തിയുടെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സഹായം നിങ്ങളെ ഈ ഒരു കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ബുധനാഴ്ച ദിവസം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനൊരു പൈസപരമായിട്ടൊക്കെ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ദിവസമാണ്. ഓക്കെ, നമുക്കിനിയും വ്യാഴാഴ്ച ദിവസം എന്താ നോക്കാം. വ്യാഴാഴ്ച യൂസഫിൻ്റെ കുറിച്ചാണ്. നമുക്ക് എന്തായാലും ബുധൻ വ്യാഴമൊക്കെ ഫിനാൻഷ്യലി നല്ലൊരു എനർജിയാണ് കേട്ടോ. നല്ലൊരു സമാധാനമൊക്കെ കിട്ടും അങ്ങനെ അതിൽ നിന്ന്. ഓക്കെ, 9 ഓഫ് സോഴ്സ്, 7 ഓഫ് സോഴ്സ്, എല്ലാ സോഴ്സാണ്, 6 ഓഫ് വൺസ്. ഓക്കെ, അപ്പം വ്യാഴാഴ്ചത്തെ എനർജി എന്ന് വെച്ചാൽ ഇതുപോലെ നല്ലൊരു തുടക്കമാണ്. പാസ്റ്റിൽ നിങ്ങൾ
എന്ത് കാര്യത്തിനാണോ വെയിറ്റ് ചെയ്തിരുന്നത്, നേടാൻ ആഗ്രഹിച്ചിരുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടുന്നെയോ എവിടുന്ന് കുറച്ച് ചീറ്റിംഗ് കിട്ടി. ചീറ്റിംഗ് എന്ന് വെച്ചാൽ പൈസപരമായിട്ട് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഫുള്ള് ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. നിങ്ങൾക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിന് വിക്ടറി സെക്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചീറ്റിങ്ങിന് ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നതിൻ്റെ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്കൊരു ആ ഒരു പൈസ തിരിച്ചു വരുന്ന തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചീറ്റിംഗ് കിട്ടിയതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസമാണ് വിക്ടറിയൻ സെക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ എല്ലാം തിരിച്ചു പിടിക്കുന്ന എനർജിയിലേക്ക് പോകുന്ന ദിവസമാണ്. ഫിനാൻഷ്യലിയാണ് ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്ന ദിവസമാണ്. പൈസപരമായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടി എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നവർക്ക് അന്നത്തെ ദിവസം. ഇനി ആ ഒരു ചീറ്റ് ചെയ്ത രീതിയിൽ നിന്ന് അവിടുന്ന് അല്ലെങ്കിലും വേറെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം ഒരു പൈസ എന്ന് വെച്ചാൽ തിരിച്ച് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയമാണ്. പൈസയെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ദിവസം, അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടും. എന്തായാലും ഈ ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നത് തിരിച്ചു വരുന്നു, നിങ്ങളിലേക്ക് പൈസ തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു വിഷമമുള്ള സിറ്റുവേഷനൊക്കെ മാറി നല്ലൊരു ഫിനാൻഷ്യലി സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് വിക്ടറിയൻ സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നല്ലൊരു സക്സസ്സിലേക്ക് എത്തും നിങ്ങളുടെ ഒരു തുടക്കം. അപ്പം വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഇത് ചീറ്റിംഗ് കിട്ടി വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യലി. ഓക്കെ, ഇനി വെള്ളിയാഴ്ച ദിവസം കുറേ ഉണ്ടല്ലേ വീഡിയോ സമയം. ഓക്കെ, വെള്ളിയാഴ്ച ദിവസം എന്താണ്? കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്ലാരിറ്റി എടുക്കാം എന്താണ്. എയ്റ്റ് ഓഫ് കപ്സ്, 6 of Pentacles, 8 of Pentacles. വെള്ളിയാഴ്ച നിങ്ങൾക്ക് നല്ലൊരു എനർജിയാണ് കേട്ടോ മക്കളെ. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിലാണ്. വെള്ളിയാഴ്ച ദിവസം ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ്. എന്തായാലും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തതിനൊക്കെ ഫലം കിട്ടുന്ന ദിവസമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങൾ എന്തൊക്കെ നേടണം എന്നാഗ്രഹിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഫലം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നിങ്ങളങ്ങനൊരു നല്ലൊരു സമാധാനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. എല്ലാം നേടി ആ ഒരു സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു 8 of കപ്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്തൊക്കെയായിരുന്നോ വിഷമങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വരുവാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു സ്നേഹമെങ്കിൽ. പക്ഷേ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് തിരിച്ചും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തും റിലേഷൻഷിപ്പിൽ നിന്ന് തിരിച്ചും സ്നേഹം കിട്ടുന്ന ദിവസമായിരിക്കും. പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ ഒരു പ്ലാനിങ്ങോടെ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ല ഗൈഡൻസ് കിട്ടുന്ന ആ ഒരു എന്തായാലും ഫിനാൻഷ്യൽ നല്ല സ്റ്റെബിലിറ്റി കിട്ടും. റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളെ അംഗീകരിക്കാതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷമമുള്ള സിറ്റുവേഷനൊക്കെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടി. ആ ഒരു മനസ്സിലാവും ഞാൻ ഇത്ര നാൾ കാണിച്ചത് ശരിയായില്ല എന്നൊരു തോന്നലിൽ ആ ഒരു വ്യക്തി നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ദിവസം ഭയങ്കര ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അത്ര മാത്രം കിട്ടും നിങ്ങൾക്ക് അന്നത്തെ ദിവസം. പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ എന്തെങ്കിലും പൈസ കിട്ടാനോ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും അന്നത്തെ ദിവസം. ഇല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ജോലിയിൽ നിന്നായാലും ഒക്കെ നിങ്ങൾ
വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഇനി നമുക്ക് ശനിയാഴ്ച ദിവസം കൂടെ നോക്കാം. എളുപ്പം പറഞ്ഞു പോയിട്ട് തന്നെ ഇത്ര സമയമാവുന്നില്ലേ മക്കളെ? സോറി കേട്ടോ എല്ലാവർക്കും സമയം. പിന്നെ ശനിയാഴ്ച ദിവസം എന്താണ് നോക്കട്ടെ എനർജി. ശനിയാഴ്ച സൺ കാർഡാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആണ് ശനിയാഴ്ച ദിവസം, ഈ ഒരാഴ്ചത്തെ ശനിയാഴ്ച. ഓക്കെ, ലവേഴ്സ് കാർഡ്, കിങ് ഓഫ് സോർട്സ്, 9 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ നോക്കിയിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. റീയൂണിയൻ നടക്കും. അന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തീരുമാനം നടക്കുന്ന ദിവസമാണ്. തീരുമാനം എടുക്കും. എന്തായാലും ഒരു റീയൂണിയൻ ഉണ്ട് അന്നത്തെ ദിവസം. ഇനി അഥവാ അബ്രോഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവായിട്ടൊരു ഫോൺ കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബ്രേക്കപ്പായിട്ട് എന്തെങ്കിലും സ്റ്റക്കായിരിക്കുന്നവർക്കൊക്കെ ശനിയാഴ്ച ദിവസം റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു ശനിയാഴ്ച ദിവസം എല്ലാം കൊണ്ടും റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഒരു ഭയങ്കര പൂർണ്ണതയിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എല്ലാം കിട്ടിയെന്നൊരു സന്തോഷമായിരിക്കും. കാരണം എല്ലാവരും റിലേഷൻഷിപ്പിനല്ലേ കൂടുതലും പ്രാധാന്യം കൊടുക്കണേ. അപ്പം ശനിയാഴ്ച ദിവസം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സന്തോഷമാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടുന്ന ദിവസമാണ്. സക്സസ് ആണ്. സമൃദ്ധിയുടെ കാർഡാണ് സൺ കാർഡ്. അപ്പം അന്ന് ഭയങ്കര ഒരു നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം നിങ്ങൾക്ക് തോന്നും. എല്ലാ രീതിയിലും നിങ്ങൾ എന്ത് കാര്യത്തിലും മുമ്പോട്ട് പോയാലും അതൊക്കെ നിങ്ങൾ നേടി സക്സസ് ആയിരിക്കണം ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം ഇതുവരെ തീരുമാനം എടുക്കാൻ പറ്റാതെ റിലേഷൻഷിപ്പിലിരിക്കുന്നവർക്ക് അന്നത്തെ ദിവസം ഒരു തീരുമാനം എടുത്തിരിക്കും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷനിൽ പേടിച്ചൊക്കെ തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾക്ക് പോലും അന്നത്തെ ദിവസം തീരുമാനം എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ശനിയാഴ്ച എന്തായാലും നല്ലൊരു എനർജിയാണ് ഇവർക്കും. അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ച എൻ്റെ പിള്ളേരുടെ എനർജി കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മക്കളെ. ഓക്കെ, താങ്ക് യു.